ആ കുഞ്ഞിനെ കൈകൊണ്ട് തൊട്ട ഉടനെ സത്യാമ്മയ്ക്ക് കോടതി കയറേണ്ടി വന്നില്ലേ? തിരികെ വന്നപ്പോഴും അപകടം പറ്റിയില്ലേ? ഇതിനെ പ്രസവിച്ച് ഇതിന്റെ തള്ളയ്ക്ക് സ്വസ്ഥതയുണ്ടോ? ചായ. ഇവിടുത്തെ ചായ നല്ലതാ. ഇടയ്ക്ക് ഞാനിതുവഴി പോകുമ്പോൾ കുടിക്കാറുണ്ട്. അല്പം മുമ്പ് പറഞ്ഞ തലവേദനയൊക്കെ ഈ ചായ കുടിച്ചാലങ്ങ് മാറും. കഴിക്കാൻ എന്തെങ്കിലും വേണോ? എണ്ണപ്പലഹാരമുണ്ട്. വേണ്ട. മോളെ ആര് നോക്കും? അതാണ് ഇപ്പോഴത്തെ ശാലിനിയുടെ പ്രശ്നം അല്ലേ? അത് ഒരു പ്രശ്നം തന്നെയാണ്. എന്റെ ജോലിയും തിരക്കും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതൊരു പ്രശ്നമേ അല്ലായിരുന്നു. ആരുടെ മുന്നിലും ഇക്കാര്യം പറഞ്ഞു പോവുകയില്ലായിരുന്നു. ശ്യാമയ്ക്ക് നോക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ അവളത് ചെയ്യില്ല. അല്ല, പൊന്നിയൊരു ഓപ്ഷനാണ്. ആണ്, പക്ഷെ വീട്ടിലെ ജോലിയും സത്യയുടെയും പപ്പിയുടെയും കാര്യങ്ങളും പൊന്നിക്ക് വീട്ടിൽ പിടിപ്പത് പണിയുണ്ട്. പിന്നെ അച്ഛന്റെ ആവശ്യങ്ങൾക്കും വേണം. എല്ലാം കൊണ്ടും പൊന്നിയും ബിസിയാണ്. ഇക്കാര്യത്തിൽ വിശ്വസ്തതയും ആത്മാർത്ഥതയും പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവണം. അങ്ങനെയുള്ളവരെ വെച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന തലവേദനയും ഇതിന്റെ ഇരട്ടിയായിരിക്കും. ഒരു മാർഗവും തെളിഞ്ഞില്ലെങ്കിൽ ഡേ കെയർ പോലുള്ള സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അതെന്തായാലും വേണ്ട ശാലിനി. ഒരു 3-4 വയസ്സായ കുഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് തീരെ പൊടിക്കുഞ്ഞല്ലേ. ഒരിക്കലും അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നൊന്നും ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പരിചരണം കിട്ടിയെന്ന് വരില്ല. വേറെന്താ ഒരു വഴി? എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ. അങ്ങനെ ഒരാളുണ്ട്, ശാലിനിയുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. ആര്? പറയാം. ചായ കുടിച്ചു കഴിഞ്ഞോ? മതി. ആ, എത്ര ഏട്ടാ? 20. ശരി ഏട്ടാ. ഓ, വാ കേറി പോവാം. കേറിക്കോ. ശിവൻ ഇതുവരെ ആളാരാന്ന് പറഞ്ഞില്ല. പറയാം. പപ്പി, മോളെ